ാണ് രാഹുലിന്റെ ഓഫീസിൽ എപ്പോഴും ഉണ്ടാകാറൊന്ന് സുജിത്തും അതോടൊപ്പം തന്നെ ബിബിനും. നിങ്ങളോട് എന്തെങ്കിലും രാഹുൽ പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, വിവരമൊന്നും ലഭിച്ചിട്ടില്ല. കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഏതായാലും രാഹുലിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല, അറസ്റ്റ് ഭീഷണി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യത ഉണ്ടോ? ഞാൻ ഈ വാർത്തകളിൽ കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് ആരോടും ബന്ധപ്പെട്ടിട്ടില്ല. അന്ന് രാഹുൽ പോയതിനു ശേഷം പിന്നെ നിങ്ങൾ ആരെയും ഇതുവരെ കാണുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇല്ലില്ല, 25 ശേഷം ആരെയും ബന്ധപ്പെട്ടിട്ടില്ല. അതായത് 25 ശേഷം ഇവരോട് ആരോടും രാഹുൽ എത്തുകയോ ബന്ധപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ നാളെ വരും എന്നുള്ളൊരു സാധ്യത മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാഹുലിന്റെ അടുത്ത് നിൽക്കുന്ന പല നേതാക്കളും നമ്മളോട് പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഒന്ന്, രാഹുൽ ഒളിവിലല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് താൻ വോട്ട് ചെയ്യാൻ വന്നു എന്ന് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു MLA തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടിംഗ് അത് വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ രണ്ടാം ഘട്ട പോളിംഗിൽ ഉൾപ്പെടുന്ന പാലക്കാട്. ആ പാലക്കാട്ടെ തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം എത്തുമോ എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം വൈകിട്ടോട് കൂടി ഈ പോളിംഗ് സമയം അവസാനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ്. പലരും പല രീതിയിൽ പല പരിഹാസങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർത്തിയിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടം പാലക്കാടേക്ക് എത്തും. കാരണം ഇന്നലെ രണ്ടാമത്തെ കേസിലും തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഓൾറെഡി നോട്ട് ടു അറസ്റ്റിലേക്ക് ഹൈക്കോടതി പോയിട്ടുമുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇനി ഹൈക്കോടതി ആദ്യത്തെ കേസിൽ ഹൈക്കോടതി ഡിസംബർ 15 അതിന്റെ വാദങ്ങൾ തുടരുമെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാനായിട്ട് പാലക്കാട്ടേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് പാലക്കാട്ട് രാഹുലായിരുന്നു. രാഹുൽ പ്രചരണങ്ങളിൽ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീട് കയറി വോട്ട് ചോദിക്കുന്ന ഘട്ടങ്ങളുണ്ടായി. പ്രചരണത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഘട്ടങ്ങളുണ്ടായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അവിടെ രാഹുൽ ഉണ്ടായി. പ്രകടനങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാൻ രാഹുൽ ഉണ്ടായി. അങ്ങനത്തെ രാഹുൽ പാലക്കാടിന്റെ മണ്ണില് വോട്ട് ചെയ്യാൻ എത്തുമെന്ന് തന്നെയാണ് ചില സൂചനകൾ വരുന്നത്. സൂചനകൾ എന്ന് പറയുന്നത് അത് ഇപ്പൊ ഓഫീസ് ബോയിയുടെ സംസാരം നിങ്ങൾ കേട്ടു. ഓഫീസ് ബോയ് അത് തുറന്ന് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓഫീസ് ബോയ് ഇപ്പോ വരും എന്നുള്ളത് തന്നെയാണ് അതിന്റെ സൂചനകൾ ലഭിക്കുന്നത്. കാര്യങ്ങൾ എന്താ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് തിരിച്ചു വരും. കാരണം കേസുകൾ ഇന്നലെ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാനുണ്ട്. ഇന്നലെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ജാമ്യം അനുവദിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവില് ചില നിരീക്ഷണങ്ങൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ചില നിരീക്ഷണങ്ങളും ഒക്കെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് ഈ പരാതിക്കാരിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവുന്ന, അല്ലെങ്കിൽ ആ പരാതിയുടെ ജെന്യൂനിറ്റി, അതിന്റെ അടിസ്ഥാനം, അതിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും നിരീക്ഷണങ്ങളുമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും കോടതി ഇന്നലെ രണ്ടാമത്തെ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഓൾറെഡി ആദ്യത്തെ കേസിൽ പ്രിൻസിപ്പൽ കോടതി ജാമ്യം നിഷേധിക്കുകയും രാഹുൽ ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടുകയും അല്ലെങ്കിൽ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ളത് കൊണ്ട് രാഹുൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പാലക്കാട് മുന്നിൽ നിന്ന് നയിച്ചത് രാഹുൽ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 25 വരെ രാഹുൽ പാലക്കാട് ഉണ്ടായിരുന്നു. ആ 25 വരെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ ഈ ആരോപണങ്ങളുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുന്നതിന്റെ ഒക്കെ പരാതികൾ വരുന്നതിന്റെ തൊട്ട് മുൻപ് വരെ പാലക്കാട് ഉണ്ടായ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഉണ്ടായത് എന്ന് പറയാൻ ഞാൻ പറയുമ്പോ നിങ്ങൾ ആ കരുതേണ്ട രാഹുൽ പാലക്കാട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയി എന്ന് അല്ല. രാഹുൽ പാലക്കാട് ഉണ്ട്, രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട്. അതല്ലാതെ രാഹുൽ എങ്ങോട്ടും പോയിട്ടില്ല. രാഹുൽ പാലക്കാടുണ്ട്. അപ്പോ രാഹുൽ പാലക്കാട് ഉണ്ടെന്ന് മാത്രമല്ല, രാഹുൽ പാലക്കാട് സജീവമായി പ്രചരണങ്ങളിൽ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പാലക്കാട് ഉണ്ടായ 25 വരെ പാലക്കാട് ഉണ്ടായ എന്ന് പറയുന്നത്. 25 ശേഷവും രാഹുൽ പാലക്കാട് തന്നെയുണ്ട്. പക്ഷെ
സജീവമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ അല്ലെങ്കിൽ ഈ പ്രചരണങ്ങളിൽ ഒക്കെ വളരെ സജീവമായി മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ 25 വരെ രാഹുൽ പാലക്കാട് ഉണ്ടായിരുന്നു നമുക്ക് പറയാം. നിങ്ങൾ പറയും പോലെ രാഹുല് കോയമ്പത്തൂരും ബാംഗ്ലൂരും സുള്ളിയിലും ഒക്കെ രാഹുലിന്റെ ഫോൺ ഓണായി ലൊക്കേഷൻ അവിടെ, അതൊന്നല്ല കാര്യം. മനസ്സിലായില്ലേ? രാഹുലിന്റെ ഫോൺ ഓണാക്കിയതും സിം ഓണാക്കിയതും ഒക്കെ മറ്റു ചിലരാണ് എന്നുള്ളതാണ്. അപ്പോ രാഹുൽ പാലക്കാട് തന്നെയുണ്ട്, രാഹുൽ എങ്ങും പോയിട്ടില്ല. രാഹുൽ പാലക്കാട് ഉണ്ട് എന്ന് മാത്രമല്ല, പാലക്കാട്ട് രാഹുൽ വോട്ട് ചെയ്യും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ രാഹുൽ പാലക്കാട് വോട്ട് രേഖപ്പെടുത്തും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ രാഹുലിന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം നഗരസഭയില്, കണ്ണാടിയില്, പിരായിരിയില്, മാത്തൂരില് ഒക്കെ വലിയ പ്രവർത്തനങ്ങൾ രാഹുൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസരത്തിൽ അവിടെ വോട്ട് ചോദിക്കാൻ, വീടുകൾ കയറി വോട്ട് ചോദിക്കാൻ രാഹുൽ ഉണ്ടായിരുന്നു. പ്രചരണങ്ങളിൽ രാഹുൽ ഉണ്ടായിരുന്നു. പോസ്റ്റർ ഒട്ടിക്കാൻ രാഹുൽ ഉണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാൻ രാഹുൽ ഉണ്ടായിരുന്നു. അങ്ങനെ പാലക്കാട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാടാവട്ടെ, കണ്ണാടിയിലാവട്ടെ, പിരായിരിയിലാവട്ടെ, മാത്തൂരിലാവട്ടെ എല്ലായിടത്തും രാഹുൽ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടങ്ങളിൽ രാഹുൽ വളരെ സജീവമായി UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, പ്രവർത്തകർക്ക് വേണ്ടി വീട് കയറാൻ, വോട്ട് ചോദിക്കാൻ ഒക്കെ രാഹുൽ ഉണ്ടായതാ. അങ്ങനത്തെ രാഹുലിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് അതിന്റെ അവസാനഘട്ട പോളിംഗ് അത് പാലക്കാട് നടക്കുമ്പോ, ഈ വടക്കൻ ജില്ലകളിൽ നടക്കുമ്പോ അവിടെ വോട്ട് ചെയ്യാതെ മാറി നിൽക്കാൻ രാഹുലിന് സാധിക്കില്ല. അതുകൊണ്ട് രാഹുൽ വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ. പിന്നെ ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത രാഹുൽ അങ്ങോട്ട് പോയി, രാഹുൽ ഇങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള വാർത്തകൾ, അത് രാഹുൽ എവിടെയും പോയിട്ടില്ല. രാഹുൽ പാലക്കാട് തന്നെയുണ്ട്. രാഹുൽ പാലക്കാടുണ്ട്. രാഹുൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് നിങ്ങൾ അത് പറയാറുണ്ടായ കാരണം ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് സുള്ളിയിൽ രാഹുലിന്റെ ഫോണ് സെക്കൻഡുകൾക്ക് ഓണായി എന്ന് ആ ആദ്യ ജാമ്യാപേക്ഷ സെഷൻ കോടതി ആദ്യ കേസിൽ ജാമ്യാപേക്ഷ നിഷേധിച്ച ദിവസം വൈകുന്നേരം രാഹുലിന്റെ ഫോൺ ഓണായി. അന്ന് മറ്റേ സുള്ളിയിലെ ഹൊസ്ദുർഗിലെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നല്ലോ. ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ അവിടെ ഓണായി എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഓണാക്കിയത് രാഹുലല്ല. ഫോൺ ഓണാക്കിയത് രാഹുലല്ല. മനസ്സിലായില്ലേ? ഫോൺ ഓണാക്കിയത് മറ്റൊരു വ്യക്തിയാണ്. രാഹുൽ എല്ലാ ഫോൺ ഓണാക്കിയത് രാഹുൽ പാലക്കാട് തന്നെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരം ഒരു ഘട്ടത്തിൽ, അതും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വളരെയധികം ചർച്ചയാകുന്ന, അമ്പലക്കള്ളന്മാർക്ക് വോട്ടില്ല, കള്ളന് കഞ്ഞി വെച്ചവന് വോട്ടില്ല എന്ന് ജനം പറയുന്ന ഇടത്ത് നിന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ രാഹുൽ മുൻപന്തിയിൽ ഉണ്ടായ പാലക്കാട്ട്, ആ പാലക്കാട്ട് വോട്ട് ചെയ്യാൻ രാഹുൽ എത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് ഈ പറയുന്ന മാധ്യമങ്ങൾ ചെന്ന് രാഹുലിന്റെ MLA ഓഫീസിലുള്ള അവിടുത്തെ ഓഫീസ് ഓഫീസ് ബോയ്സിനോട് ചോദിക്കുമ്പോൾ അവർ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും, ഞങ്ങൾക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും, യഥാർത്ഥത്തിൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ള കാര്യം, വോട്ട് ചെയ്യാൻ എത്താനൊന്നുമില്ല, വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം അത്തരത്തിൽ രാഹുലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോ അറിയാൻ സാധിക്കുന്നത്. പോലീസ് ചില ആദ്യഘട്ടത്തിൽ ചില അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ ചെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പാലക്കാട്ടെ ചില കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ആ വീടുകളിൽ തന്നെ ഒന്നിലുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന, രാഹുൽ താമസം ആ വീടുകളിൽ ഒന്നിലാണ് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന ചില പാലക്കാട്ടെ കോൺഗ്രസിന്റെ ചില കേന്ദ്രങ്ങളിൽ തന്നെ രാഹുൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരിക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യും. കാരണം തന്റെ ഒരു വോട്ട് തനിക്ക് പിണറായി വിജയന്റെ മുഖത്തടിക്കാൻ കിട്ടുന്ന ഒരു അവസരം, ആ അവസരം ഒരിക്കലും പാഴാക്കില്ല എന്ന് തന്നെയാണ് രാഹുൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ വോട്ട് ചെയ്യും വൈകുന്നേരത്തിന് മുൻപായിട്ട്. അതായത് ഈ പോളിംഗ് സമയം അവസാനിക്കുന്നതിന് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടം തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും. പലർക്കുമുള്ള മറുപടിയാണ്. അത് ആർക്കാണ്, എന്താണ് മറുപടി എന്നൊക്കെ രാഹുൽ വോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം. രാഹുൽ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ചില പരിഹാസങ്ങളൊക്കെ ചില ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി ചില സഖാക്കളുടെ ഭാഗത്തു നിന്ന്, ചില ചാണക സംഘികളുടെ ഭാഗത്തു നിന്ന്. കാരണം ആട്ടം അറിയാതെ, കഥ അറിയാതെ ആട്ടമാടുന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്
കഥയറിയാതെ ആട്ടമാടുക എന്ന് പറയുന്നത് നമ്മളെ ഒരു പ്രയോഗമുണ്ടല്ലോ. അത്തരത്തിൽ ചില ആളുകൾ ഈ പറയുന്ന ഇരിക്കുന്നതിന് മുമ്പേ കാലം നീട്ടി രാഹുലിനെ പരിഹസിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു MLA, ഒരു ജനപ്രതിനിധി വോട്ട് ചെയ്യാതെ മുങ്ങി നടക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ചില ഭാഗത്ത് പരിഹാസങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അത് രാഹുലിന്റെ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറയാനുണ്ട്. പക്ഷേ രാഹുൽ വോട്ടൊന്ന് ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. എന്താണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വോട്ട് ചെയ്യും. കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ പിണറായി വിജയനെതിരെ പിണറായി വിജയന്റെ സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്ന ജനങ്ങൾ കൊടുക്കുന്ന താക്കീത്, ആ താക്കീതിൽ നിന്ന് മാറി നിൽക്കേണ്ട കൂട്ടത്തിൽ തനിക്ക് കൊടുക്കാനുള്ള, പിണറായി വിജയന്റെ കർണത്ത് കൊടുക്കാനുള്ള അടിയാക്കി ഈ വോട്ടിനെ മാറ്റാമെന്നും രാഹുൽ കരുതുന്നു. വൈകുന്നേരത്തിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമെന്നുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് വൈകാതെ നമുക്ക് സ്ഥിരീകരിക്കാനും കഴിയുമെന്നുള്ളതാണ്.